വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലെ. അപ്പൊ ആ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് 2 മൊഡ്യൂൾസ് ആണുള്ളത്. ആൻഡ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് അറിയാത്തവർ നിങ്ങൾ ഉറപ്പായിട്ടും കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉള്ള കഴിഞ്ഞ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ NEP 2020 എന്ന് പറയുന്നത് അല്ലെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പൊ നമുക്ക് NEP 1968 പഠിക്കാനായിട്ടുണ്ട്, അത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 ഉണ്ട്, 86 പഠിക്കാനായിട്ടുണ്ട്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 പഠിക്കാനായിട്ടുണ്ട് ആൻഡ് 2020 പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് NEP 2020. കാരണം നമ്മുടെ സെറ്റ് എക്സാം എടുക്കുവാണെങ്കിലും നെറ്റ് എക്സാം എടുക്കുവാണെങ്കിലും ഇപ്പൊ നമ്മുടെ റീസെന്റ് കഴിഞ്ഞിട്ടുള്ള HSST എക്സാം എടുക്കുവാണെങ്കിലും അങ്ങനെ ഈ സിലബസിൽ അടങ്ങി NEP 2020 സിലബസിൽ അടങ്ങിയിട്ടുള്ള എല്ലാ എക്സാംസ് നോക്കുന്ന സമയത്ത് അതിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് NEP 2020 ആയിട്ട് ബേസ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് NEP 2020 ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അത്രയും സെർച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് NEP 2020 ഒരു PDF കിട്ടും. പക്ഷെ ആ PDF ഭയങ്കര വൈഡാണ്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ NEP 2020 proposes to prepare which of the curriculum frameworks? എന്താണ് NEP 2020 proposes to prepare which of the curriculum frameworks? നമുക്ക് ഇവിടെ 5 കാര്യങ്ങൾ തന്നിട്ടുണ്ട് ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻസ്. അപ്പൊ ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും ഈ 5 എണ്ണത്തിൽ നിന്നും നമുക്ക് 3 എണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെ. 5 എണ്ണത്തിൽ നിന്നും 3 എണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഇത് വായിച്ച് നോക്കിക്കേ: നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ അഡൾട്ട് എഡ്യൂക്കേഷൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, ദെൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ദെൻ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ഇതാണ് 5 എണ്ണം. അപ്പൊ ഇതില് നമ്മുടെ NEP 2020 ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോക്കി പ്രൊപ്പോസസ് ടു പ്രിപ്പയർ വിച്ച് ഓഫ് ദ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ NEP 2020 ആയിട്ട് ബന്ധപ്പെട്ട കരിക്കുലം ഫ്രെയിംവർക്ക് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ നോക്കിക്കേ ഏതൊക്കെയാണ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് പോസിബിൾ ആവുന്നത് നമുക്ക് ഒന്നില്ലെങ്കിൽ 2 കാര്യങ്ങൾ ഇതിൽ വരില്ല എന്നറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം വരും എന്നറിയണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് 3 എണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതൊക്കെ 2 എണ്ണം വരില്ല, ഒന്നില്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ 2 എണ്ണം വരും എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും മതി അല്ലെ. അപ്പൊ ഇവിടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷനും അഡൾട്ട് എഡ്യൂക്കേഷനും വരും എന്നറിയുന്നവർക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം. എയും ബിയും ഒരുമിച്ച് ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ ആണല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് സ്കൂൾ എഡ്യൂക്കേഷനും അഡൾട്ട് എഡ്യൂക്കേഷനൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ NEP 2020 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇലിറ്ററേറ്റ് ആയിട്ട് ആരും ഇരിക്കരുത്. ഒരു ലിറ്ററേറ്റ് സൊസൈറ്റിയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു നോളജ് സൊസൈറ്റിയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ബേസിക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ എയും ബിയും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ എയും ബിയും ഒരുമിച്ചുള്ള ഓപ്ഷൻ 3 മാത്രമാണ്, അതായത് ABC. സോ കിട്ടിയല്ലോ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷനും കൂടെ ഇതിന്റെ ഭാഗമാണ്. സോ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ, അഡൾട്ട് എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ, ആ 3 കാര്യങ്ങളാണ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ബാക്കി ടെക്നിക്കൽ എഡ്യൂക്കേഷനും വൊക്കേഷണൽ എഡ്യൂക്കേഷനും വരുന്നില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഏതാ? ABC അല്ലെ. ഏതൊക്കെയാണ്? സ്കൂൾ എഡ്യൂക്കേഷൻ, അഡൾട്ട് എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വീഡിയോ പോസ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലാതെ ചുമ്മാ കണ്ടിരിക്കരുത്, സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. കിട്ടാതെ വരുമ്പോൾ മാത്രം എക്സ്പ്ലനേഷൻ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. ഈ നോക്കിക്കേ, അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയുന്നത്. The formulation of a new and curricular comprehensive national framework for school education, NCFSC. അതാണ് NCFSC അല്ലെ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ.
2020 to 2021 will be undertaken by the NCERT. NCERT ആണ് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷന്റെ മൊത്തം ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതും ഒക്കെ ആരാണ്? NCERT ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. പക്ഷെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുമ്പോൾ അത് കരിക്കുലമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ NCERT മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ സ്കൂൾ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Based on the principles of this National Education Policy 2020. The NCFSA document shall henceforth be revisited and updated once every 5 to 10 years, taking into account frontline curriculum. അപ്പൊ ഇവിടെ NCFSC എന്ന് പറയുമ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇനി എ ന്യൂ ആൻഡ് കോംപ്രിഹെൻസീവ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ വിൽ ബി എഡ്യൂക്കേഷൻ NCFT 2021. NCFT നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. അത് നമുക്ക് അല്ലാതെ തന്നെ ഇപ്പൊ സെറ്റിലും നെറ്റിലൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കേസ് എടുക്കുമ്പോൾ ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുമ്പോൾ അത് സിലബസിൽ ഇല്ല. പക്ഷെ എന്നാലും അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. NCFT എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനും അതിന്റെ കരിക്കുലം മോഡിഫൈ ചെയ്യാനും അതിന്റെ ഫ്ലെക്സിബിലിറ്റിക്കും അങ്ങനെ ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് NCFT എന്ന് പറയുന്നത്. ആ NCFT കൊണ്ടുവന്നത് NCT ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. NCTന്റെ അണ്ടറിൽ വരുന്നതാണ് NCFT എന്ന് പറയുന്നത്. സോ NCT എന്ന് പറയുമ്പോൾ എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. അത് 17th August 1995 ഇത് വന്നത്. എപ്പോഴാണ്? 17th August 1995. മനസ്സിലാക്കി വെക്കുക കേട്ടോ. NCT അത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണ്. കാരണം നമുക്കിപ്പോ നമ്മുടെ സിലബസിൽ NEP 2020 മാത്രമാണുള്ളത്, കോത്താരി കമ്മീഷൻ മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ NCT ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. NCT അത് എപ്പോഴാ വന്നേ? 17th August 1995 അത് വന്നതെന്ന് മനസ്സിലാക്കുക. അത് ടീച്ചർ എഡ്യൂക്കേഷന്റെ നോംസും സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓവറോൾ ടീച്ചർ എഡ്യൂക്കേഷന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നമ്മുടെ NCT എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിലുള്ളതാണ് NCFT എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, NEP 2020 proposes to establish NETF. What are the stipulated functions of this body? കണ്ടോ? അപ്പൊ ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് വാരി വിളിച്ച് പഠിക്കാതെ ഏതൊക്കെയാണ് ഏരിയാസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഏരിയാസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. സോ NETF അല്ലെ, proposes to establish NETF. What are the stipulated functions of this body? NETFന്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്, 5 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻസ്. 4 ഓപ്ഷൻസിൽ അപ്പം നമുക്ക് മനസ്സിലായി നേരത്തെ ഉള്ളതുപോലെ തന്നെ 3 എണ്ണമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. മൊത്തം 5 എണ്ണത്തിൽ 3 എണ്ണമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും 2 എണ്ണം ഒഴിവാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് അറിയണം. അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാണുമ്പോൾ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴാണ് സിമ്പിൾ ആവുന്നത്? NETFന്റെ ഫുൾ ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. NETFന്റെ ഫുൾ ഫോം അറിഞ്ഞാൽ എന്താണ് NETFന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. NETF എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം ആണ്. എന്താണ്? നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം ആണ്. Will be created to provide a platform for the free exchange of ideas on the use of technology to enhance the learning, assessment, planning and administration. അപ്പൊ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലായി. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ കാര്യങ്ങളും നമുക്ക് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട്, ടെക്നോളജി എന്നുള്ളൊരു വാക്കാണ് അവിടെ ശരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലെ. നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം ആണ്. നോക്കിക്കേ, പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ദ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഓൺ ദി യൂസ് ഓഫ് ടെക്നോളജി. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു എൻഹാൻസ് ലേണിംഗ്, അസസ്മെന്റ്, പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ ആയല്ലോ? അതാണ് NETF എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇത് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് ചെയ്താൽ മതി? അതിൽ ടെക്നോളജി എന്നുള്ളൊരു വാക്ക് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. So first one, articulate the new directions for research and innovation in technology. അപ്പൊ അവിടെ ടെക്നോളജി എന്നുള്ളൊരു വാക്കുണ്ട്. ടെക്നോളജി എന്നുള്ള വാക്ക് മാത്രം പോരാ, അത് സ്യൂട്ട് ആവണം അല്ലെ, NETF ആയിട്ട് സ്യൂട്ട് ആവണം. സോ ആർട്ടിക്കുലേറ്റ് ദ ന്യൂ ഡയറക്ഷൻസ് ഫോർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസ് ഇൻ ടെക്നോളജി എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? NETF ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് NETF. ദെൻ രണ്ടാമത്തെ പിന്നെ എക്സാക്ട്ലി നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ള എന്താണ് NETF എന്നുള്ളതിന്റെ ഒരു പക്കാ ഫോം ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. അതിൽ പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഓൺ യൂസ് ഓഫ് ടെക്നോളജി ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ്. സോ ബിയും എന്തായാലും വരുന്ന ക്ലിയർ ആയല്ലോ.
ഇനി അങ്ങനാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ വരുന്നത് മനസ്സിലായി. സോ എയും ബിയും ഉള്ള ഓപ്ഷൻ ഇവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലെ. ഓപ്ഷൻ 2 മാത്രമാണ് എയും ബിയും ഉള്ളൊരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം അല്ലെ, ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് നോക്കാം, എൻഗേജ് മൾട്ടിലിംഗ്വൽ എക്സ്പേർട്സ് ടു ഹെൽപ് ദ പ്രൊമോഷൻ ഓഫ് ഓൾ ഇന്ത്യൻ ലാംഗ്വേജസ്. അത് നമ്മുടെ ടെക്നോളജി ആയിട്ടോ NETF ആയിട്ട് ബന്ധമുള്ളതായി തോന്നുന്നില്ല, സോ തെറ്റാണ്. ഇനി അടുത്തത് അഡ്വാൻസിംഗ് ഇന്റർനാഷണൽ റിസർച്ച് എഫേർട്സ് ടു അഡ്രസ് ദ ഗ്ലോബൽ ചലഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് യൂസിംഗ് AI. ഇത് A1 അല്ല, AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ടെങ്കിലും അത് NETFന്റെ ഫംഗ്ഷൻ ആയിട്ട് വരില്ല. കാരണം ഇവിടെ എന്താ, റിസർച്ച് എഫേർട്സ് ടു അഡ്രസ് ദ ഗ്ലോബൽ ചലഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, പിന്നെ എന്താ പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതെന്തായാലും NETFന്റെ ഭാഗമായിട്ട് വരില്ല എന്ന കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഇവിടെ ഇ മാത്രമേ വരുള്ളൂ. ബിൽഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റീസ് ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി. അവിടെയും ടെക്നോളജി എന്നുള്ളൊരു വാക്കുണ്ട് അല്ലെ. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എയും ബിയും ഇയും ആണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിയാതെ നിങ്ങൾ ഒരിക്കലും NEP അല്ലെങ്കിൽ NEP 2020 ഏറ്റവും ബേസിക് ആയിട്ടുള്ളതായതുകൊണ്ട് ഇത് അറിയാതെ നിങ്ങൾ ഒരിക്കലും എക്സാം ഹാളിൽ പോരുത്. പിന്നെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ NEP 2020 എന്ന് പറയുന്നത്. സോ ഹു ഹാസ് പ്രിപ്പയർഡ് ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020? വി ഹാവ് 4 ഓപ്ഷൻ: കൊത്താരി കമ്മീഷൻ, സി കസ്തൂരിരംഗൻ സമിതി, CBSE, ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ 2 ആണ് അല്ലെ, സി കസ്തൂരിരംഗൻ സമിതി. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ദ നമ്പർ 5 കോൾഡ് വാട്ട് സ്റ്റേജ്? അപ്പൊ ഇവിടെ നമ്പർ 5 എന്ന് പറഞ്ഞത് എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കണം അല്ലെ. നമുക്ക് NEP 2020 അപ്പൊ ആദ്യം നമ്മുടെ കോത്താരി കമ്മീഷൻ ഒക്കെ വന്ന സമയത്ത് ഉള്ള സ്ട്രക്ചർ എത്രയായിരുന്നു? 10+2+3 ആയിരുന്നു അല്ലെ. അപ്പൊ അത് മാറ്റിയിട്ട് പുതിയ സ്ട്രക്ചർ ആയി. നമ്മുടെ NEP 2020 വന്നപ്പോ പുതിയ സ്ട്രക്ചർ ആയി. അത് എത്രയാണ്? 5+3+3+4 ആണ് അല്ലെ. 5+3+3+4 ആണ്. 5 എന്ന് പറഞ്ഞത് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് അല്ലെ. ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത്. അടുത്ത 3 എന്ന് പറയുന്നത് ഏതാ? അടുത്ത 3 എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് അല്ലെ. പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. അത് 8 മുതൽ 11 വയസ്സ് വരെയാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ മിഡിൽ സ്റ്റേജ് ആണല്ലോ. മിഡിൽ സ്റ്റേജ് ആണ്. അത് 11 മുതൽ 14 വരെയാണ്. ആൻഡ് ഫൈനലി 4 വർഷം എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റേജ് ആണല്ലോ. സെക്കൻഡറി സ്റ്റേജ് ആണ്. അത് 14 മുതൽ 18 വയസ്സ് വരെയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പൊ അതിലിവിടെ ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ 5 ഈസ് കോൾഡ് വാട്ട് സ്റ്റേജ് എന്നുള്ളതാണ് അല്ലെ. നമ്പർ 5 ആദ്യത്തെ സ്റ്റേജ് ആണ്. സോ ആദ്യത്തെ സ്റ്റേജ് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. ഫൗണ്ടേഷണൽ സ്റ്റേജ് ഓപ്ഷൻ 2 ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഫ്രം വിച്ച് ക്ലാസ് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് വിൽ സ്റ്റാർട്ട് ഇൻ ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020? അതായത് അക്കോർഡിംഗ് ടു NEP 2020 ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് ഏത് ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ക്ലാസ് മുതലാണ് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു NEP 2020? ഏതാണ്? ക്ലാസ് 6 ആണ്. 6ാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇതും പലതവണയായിട്ട് എക്സാമിന് ചോദിച്ചാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നല്ല ഞാൻ പറയുന്നത്, കാരണം അതിന്റെ നമുക്ക് പലതവണയായിട്ട് ചോദിക്കാന്ന് പറയാനില്ല. ആകെ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ചുരുക്കമാണ്. പക്ഷേ ഈ NEP 2020 പഠിക്കാനായിട്ടുള്ള പല എക്സാംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെറ്റ് എക്സാം, നെറ്റ് എക്സാം, അതുപോലെ തന്നെ നമ്മുടെ റീസെന്റ് നടന്ന ഏകലവ്യ എക്സാം അല്ലെ, ഏകലവ്യ എക്സാം, CTET എക്സാം എന്ന് പറയുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പൊ ആ എക്സാംസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്തൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെയാണ് ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. സോ ക്ലാസ് 6 മുതലാണ് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് മനസ്സിലാക്കുക. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഇതിൽ ഏത് പോർഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഏതാണ് നിങ്ങൾക്ക് അറിയാത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ചെയ്യാം. അപ്പൊ നമുക്കത് അടുത്തൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇത് മാത്രമല്ല, NEP 2020 എന്ന് പറയുമ്പോൾ ഭയങ്കര വൈഡ് ആണ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ ഇടുന്ന വീഡിയോസ് എല്ലാം കാണാനായിട്ട് ശ്രമിക്കുക ആൻഡ് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം സ്പെഷ്യൽ ടോപ്പിക്സിൽ മാർക്ക് പോയി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് റാങ്ക് ഒരിക്കലും കുറയാനായിട്ട് പറ്റില്ല. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമല്ല നമ്മുടെ ഇതെന്ന് പറയുന്നത്. സോ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് പറയുന്നത്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നമ്മുടെ CC യിൽ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 8590202323 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ തന്നെ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.